ബോസിനെയോ റെസ്പെക്ട് ചെയ്യുന്നില്ല. ബിഗ് ബോസ് ഞാൻ പറയാലോ, ഇപ്പം ബിഗ് ബോസ് 2-3 പ്രാവശ്യം പുറത്തെ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞത് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും മസ്താനി BB7 മലയാളത്തിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും മസ്താനിനെ പറ്റി ആൾക്കാർ ആലോചിക്കും? വലിയ സംഭവമായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഔട്ടായി പോയി. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കാൻ പോയതാണ്, ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നർ ആയിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. അതെ, നീ എനിക്ക് ആക്ച്വലി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, ഊഹിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിൽ പൂ വെച്ച് കളിക്കവളെ നാളെ വരും. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. പുറത്ത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പം ഇതുവരെയുള്ള ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ട് എനിക്ക് അതൊക്കെ ഊഹിച്ചെടുത്തിട്ടാണ് ഈ പരിപാടി ഇവിടെ കാണിച്ചത്. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. വൈൽഡ് കാർഡ് എന്നുള്ള നിലയ്ക്ക് ഇനി കയറുന്നു, ഇനി ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് കയറുവാണെങ്കിൽ എന്തായിക്കൂടാ എന്ന് എന്ത് ടിപ്പാ കൊടുക്കാനുള്ളത്? വാട്ട് നോട്ട് ടു ഡു? ഞാൻ അവരോട് പറയും, എന്റെ 14 days എപ്പിസോഡ്സ് കാണുക, ഇതൊന്നും ചെയ്യരുത്. മസ്താനി 30 ദിവസത്തിന് മുകളിൽ ഇവിടെ ഇരുന്ന് ഗെയിം കണ്ട് പഠിച്ചു പോയ ഒരാളാണ്. എന്നിട്ട് മസ്താനി അകത്ത് ചെന്നിട്ട് മറ്റുള്ളവർക്ക് കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു എലിമെന്റ് ആയി നിന്ന് കൊടുത്തു. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒന്ന് മസ്താനി ഇറങ്ങിയപ്പം വീടിനകത്തും പുറത്തും ആഘോഷമായിരുന്നു. അതെ, ഭയങ്കര ആഘോഷം. സത്യം, ആൾക്കാർ ഇവിടെ ഭയങ്കര കയ്യടി മേളം. ലാലേട്ടൻ എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചങ്കു പൊട്ടി നിൽക്കാ പാവം, ഇനിയും വിഷമിപ്പിക്കരുത്, ചത്തുപോയാള്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പിന്നീട് പറഞ്ഞു നീ ബാഗ് പാക്ക് ചെയ്ത് വെച്ചോ, അടുത്ത ആഴ്ച പോവാന്ന്. പാക്ക് ചെയ്ത് നമ്മളായി പോയി. മസ്താനി പോയാലും ആരൊക്കെ ഇവിടെ അവിടെ ഇപ്പൊ ആഘോഷിക്കുന്നുണ്ടാവും? എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും. പിന്നെ ചിലപ്പോ ഒരു മിസ്സിംഗ് ഉണ്ടാവും. ഞാൻ നല്ല കൂട്ടായിരുന്നു. ആണോ? ഓൾറൈറ്റ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയത് അതല്ലായിരുന്നു. പോയി ചത്തുടടാ. ഇനിയും ഇതിന് മേലെ 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 നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നേക്കാളും കൂടുതൽ വിസിബിലിറ്റി കിട്ടട്ടെ. നോക്കിയിരുന്നോ, ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്താ പിന്നെ ബാക്കി നാളെ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?